السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم مالك يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم. وبارك على محمد وعلى آل محمد كما باركت على إبراهيم إنك حميد مجيد. أما بعد. അപ്പോൾ നിഫ്ക പേജ് നമ്പർ 551. പേജ് നമ്പർ 551 സൂറത്ത് സൊഫ്. സാഫല്ല, സൊഫ്. ഒന്ന് പിന്നെ നിസ്കരിക്ക. അപ്പൊ സൂറത്ത് സൊഫ് 551 പേജ്. സൂറത്ത് സ്വാഫാത്ത് വേറെ ഉണ്ട്. സൂറത്ത് യാസീൻ കഴിഞ്ഞാൽ പിന്നീട് സ്വാഫാത്താണ് 37 അധ്യായം. ഇത് സൂറത്ത് സൊഫ്. കിട്ടിയോ? എപ്പോഴും കിട്ടിയിരുന്നു. ഞാൻ തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. سبح لله ما في السماوات وما في الأرض وهو العزيز الحكيم. يا أيها الذين آمنوا لم تقولون ما لا تفعلون كبر مقتا عند الله أن تقولوا ما لا تفعلون إن الله يحب الذين يقاتلون في سبيله صفا كأنهم بنيان مرصوص. وإذ قال موسى لقومه يا قوم لم تؤذونني وقد تعلمون എന്നല്ല, നമ്മൾ ഖുർആൻ എടുത്തു വെച്ച് നോക്കി ഓതാൻ പറയണില്ല. അങ്ങനെ ഒരു സൂത്രം കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഓതാൻ അറിയൂല എന്നതല്ല അതിനർത്ഥം. അങ്ങനെ ഞാനൊരു വലിയ ഓത്തുകാരനും നിങ്ങളുടെ മോശക്കാരനും ആകുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. ചിലത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില നിയമങ്ങളുണ്ട്. നിയമങ്ങളുടെ പേര് പഠിച്ചിട്ടില്ലെങ്കിലും ഈ അവിടെ വഖദ് എന്നതിൻ്റെ ദാലിന് സുക്കൂനില്ല. ഉണ്ടായിരുന്നോ? ഫതഹോ കസറോ ലൊമ്മോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ അതവിടെ കൊടുത്തു എന്ന് ചോദിച്ചാൽ വെറുതെ കൊടുത്തതൊട്ടല്ല താൻ. ഖദ് എന്നാൽ തീർച്ചയായും എന്ന അർത്ഥമുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അതിന് ഉദ്ദേശം ദാലും താവും. ഖുർആനിൽ നോക്കിയിരുന്നോളി, എന്നിട്ട് ഞാൻ പറയുന്നത് കേട്ടാൽ ദാലും താവും അടുത്തടുത്ത് വരിക. അതിൽ ദാലിന് സുക്കൂനും താഇന് ഹർക്കത്തുമാണെങ്കിൽ ആ ദാല് വായിക്കേണ്ടതില്ല. പകരം ആ താഇന് ശബ്ദ കൊടുത്താൽ മതി. ഒന്ന് നോക്കേണ്ടതിലേക്ക് വഖദ് എന്ന ദാലും തഅലമൂന എന്നതിലെ താവും തൊട്ടടുത്ത് നിൽക്കുന്ന രണ്ടക്ഷരങ്ങളാണ്. അതിൽ ദാലിനാവട്ടെ ഹർക്കത്തുകളോ സുക്കൂനോ ഇല്ല. ഇവിടെ ഇല്ല. താഇനൊരു ശബ്ദ ഉണ്ട് താനും. അപ്പൊ അത് വായിക്കേണ്ടത് ആ ദാല് ഒഴിവാക്കിയിട്ടാണ്. അതിൻ്റെ പേര് നമുക്ക് പഠിക്കേണ്ടതില്ല. പക്ഷെ ആ വായന നിയമം മനസ്സിലാക്കണം. നീന്തല് പഠിക്കലാണല്ലോ ആവശ്യം. എഴുതി നീന്തൽ കയ്യും കാലിട്ട് അടിക്കണം എന്ന് പഠിച്ചുകൊണ്ട് നീന്തൽ പഠിയില്ലല്ലോ. സൈക്കിള് വിട്ടൊക്കെ അങ്ങനെയല്ലേ ചെയ്ത് പഠിക്കുക. പർത്ത പദം എൻ്റെ പേരും ഒക്കെ ഞങ്ങൾ മദ്രസയിലെ കുട്ടികളെയാണ് പഠിപ്പിക്കുള്ളത്. അതുകൊണ്ട് അവർക്ക് നല്ല ഗുണമുണ്ടോന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയില്ല. ഇതൊക്കെ വലുതാകുമ്പോൾ നമ്മുടെ സ്വമേധയാ ഉൾക്കൊള്ളുന്നത് സംഗതിയാണ്. ഇത്തരം നിയമങ്ങൾക്കാണ് തജ്വീദ് നിയമം. അങ്ങനത്തെ മാഷ അവർക്ക് അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല. പറയോടാ, പറയോ? ആടക്കട്ടെ. ഇതിന് അങ്ങനെ ചില നിയമങ്ങൾക്കാണ് തജ്വീദി നിയമങ്ങൾ, ഇൽമു തജ്വീദ് എന്ന് പറയാം.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മളോട് പറഞ്ഞത് വറത്തൽനാഹു തർത്തീലായെന്ന്. അത് ഞാൻ ഒരു തർത്തീലാക്കി തന്നിട്ടുണ്ട്. സൂറത്ത് ഖിയാമയിൽ അല്ലാഹു പറഞ്ഞത് ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന, ഞാൻ അത് ഓതിത്തരും. അതായത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിട്ട് ഞാൻ ഓതിത്തരും, അദ്ദേഹത്തെ കൊണ്ട് ഞാനത് ചെയ്യിപ്പിക്കും, താങ്കൾ അതിനെ പിന്തുടർന്നാൽ മതി, അനുകരിച്ചാൽ മദീന. അപ്പൊ നമുക്കുണ്ടാവേണ്ടത് ഈ ഒരു അനുകരണമാണ് എന്ന് പറയാൻ ഞാൻ ഇതൊക്കെ പറഞ്ഞു. ഇതിന്റെ എന്താ പത് വക്കത്ത് തഴലമൂന എന്ന് പറഞ്ഞാൽ എന്ന് ആലോചിക്കാനേ പാടില്ല. അങ്ങനെയല്ല, ഖുർആനിന്റെ വായന ഭാഷാ നിയമമല്ല, പിന്നെയോ ഖുർആനിന്റെ പാരായണ നിയമമാണ്. ഓക്കെ, വക്കത്തഴലമൂന പറഞ്ഞോ കാടി. ആ ദാലിനെ വിട്ടേക്ക്, ആ ദാലിനോട് താൻ ചേർത്ത് ശ്രദ്ധ കൊടുത്ത സംഗതി ശരിയായി. ഒന്നുകൂടെ നോക്കല്ലേ. അല്ല, وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ لِمَ تُؤْذُونَنِي وَقَدْ تَعْلَمُونَ أَنِّي رَسُولُ اللَّهِ إِلَيْكُمْ فَلَمَّا زَاغُوا أَزَاغَ اللَّهُ قُلُوبَهُمْ وَاللَّهُ لَا يَهْدِي الْقَوْمَ الْفَاسِقِينَ وَإِذْ قَالَ عِيسَى ابْنُ مَرْيَمَ يَا بَنِي إِسْرَائِيلَ إِنِّي رَسُولُ اللَّهِ إِلَيْكُمْ مُصَدِّقًا لِمَا بَيْنَ يَدَيَّ مِنَ التَّوْرَاةِ وَمُبَشِّرًا بِرَسُولٍ يَأْتِي مِن بَعْدِ اسْمُهُ أَحْمَدُ. ഇവിടെ അതേപോലെ ഒരു പ്രശ്നമുണ്ട്. യഅ്തി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് എന്നാണ്. പക്ഷെ ആ യഅ്തി മിൻ ബഅദി എന്ന് കഴിഞ്ഞിട്ടുള്ള ഇസ്മുഹു എന്നതിൽ അലിഫിന് ഒരു ചിഹ്നം ഉണ്ടാവില്ല, ഹംസ ഇല്ല, അല്ലേ, ഫതഹില്ല, കസറില്ല, ഒന്നുമില്ല. പക്ഷെ ആ അലിഫിന്റെ മുകളിൽ എന്തോ ഒരു ചിഹ്നമുണ്ട്, അല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം ആ മിമ്പഴതി എന്നതിലെ യാന്റെ സുക്കൂൻ കളമ യാ അവിടുന്ന് ഒഴിവാക്കി ഈ സീന് അതിനോട് ചേർത്ത് വായിക്കണം. മിമ്പഴദിസ്മു എന്നല്ല, മിമ്പഴദിസ്മുഹു എന്ന് പറഞ്ഞാൽ വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് فلما جاءهم بالبينات قالوا هذا سحر مبين ومن أظلم ممن افترى على الله الكذب وهو يدعى إلى الإسلام والله لا يهدي القوم الظالمين يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. പൂർത്തിയാക്കണോ? മതി. അപ്പോ ഇതിന്റെ മൂന്നാമത്തെ നാലാമത്തെ ആയത്തിൽ ഒരു സൊഫ് വരുന്നുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സൊഫൻ. അതാണ് ഈ അധ്യായത്തിന് ആ പേര് വരാനുള്ള കാരണം. സൊഫ് എന്ന് പറഞ്ഞാൽ നേർരേഖ എന്നാണ് അർത്ഥം. വളവില്ലാത്ത അടുത്തടുത്ത ആളുകൾ നിൽക്കുന്ന വരി, അതിനാണ് എന്താ പറയാ, സൊഫ്. അതിമ്മു സുഫൂഫക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു സന്ദർഭമുണ്ട്. എപ്പോഴാണ്? നമസ്കാരത്തിൽ, അല്ലെ. അതിന്റെ കൂടെ പറഞ്ഞൊരു വഴുത്തതിലു വളവുകൾ തീർക്കുവിൻ, വതറാസൗ ചേർന്ന് നിൽക്കുവിൻ എന്നൊക്കെ. ഞാനത് ഇപ്പൊ പറയാൻ കാരണം
നമുക്ക് പിന്നെ ജുമാ ഖുതുബയിൽ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. കാരണം നമ്മൾ ആളുകളെ അപമാനിക്കുകയാണോ എന്ന് വിചാരിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് കൂടിയാണ് അത് പറയാതെ പോകുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖലീഫമാരുമൊക്കെ മിഹ്റാബിൽ കയറി നിന്ന് ഇഖാമത്ത് വിളിക്കാൻ ആവശ്യപ്പെടും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ബാങ്ക് വിളിക്കാൻ മുഅദ്ദിനിന് ആരുടെയും അനുവാദം ആവശ്യമില്ല. സമയം അത് അയാളുടെ അധികാരത്തിൽപ്പെട്ടതാണ്. പക്ഷെ ഇഖാമത്ത് വിളിക്കേണ്ടത് ഇമാമിന്റെ അധികാരത്തിൽപ്പെട്ട സംഗതിയാണ്. സമയമാവുമ്പോൾ നമ്മളല്ല ഒരാളാണ് കയറിയതിൽ ആണ്ട് കയറിക്കോന്ന് പറഞ്ഞിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ശൈലി അല്ല. അങ്ങനെ നമ്മൾ പറയുമ്പോൾ കയറി നിൽക്കാനുള്ള ബാധ്യതയും അയാൾക്കില്ല. സംഭവങ്ങളെ ശമ്പളക്കാരൻ തന്നെയാണ് നമ്മളൊക്കെ എന്നല്ല വേറെ കാര്യം. പക്ഷെ അങ്ങനെ കയറി നിൽക്കാനുള്ള ബാധ്യത അയാൾക്കില്ല. കാരണം ആ ജമാഅത്തിന്റെ അവസാന വാക്ക് ആ ഇമാമാണ്. ഇമാമ് മെഹ്റാബിൽ കയറി നിന്ന് മൈക്ക് എടുത്ത് തന്നാൽ നമുക്ക് ഇഖാമത്ത് വിളിക്കാം. അതിനു മുമ്പ് കയറി വിളിക്കുന്ന പരിപാടി ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച ശീലത്തിന് യോജിച്ചതല്ല. ഹറാമാണെന്നൊന്നും എനിക്ക് അഭിപ്രായം പറയില്ല, ഞാൻ പറയണില്ല. പക്ഷെ സുന്നത്ത് അതല്ല. രണ്ടാമത്തെ കാര്യം, എന്നിട്ട് വേണം സുഹൃത്തുക്കൾ പോകാൻ വെച്ചിട്ട് കിട്ടിയ ചാൻസ് ഞാൻ ഉപയോഗിക്കാം. ജമാഅത്തിന് വരുന്ന ആളുകൾ വന്ന് സഫിൽ ഇങ്ങനെ നിന്നിട്ട് സമയമായോ എന്നിങ്ങനെ നോക്കി നിൽക്കുന്ന പ്രവണത ശരിയല്ല. വരുന്ന ആളുകൾ സൊഫ് ഇങ്ങനെ, അത് ഈ ആയത്ത് പറയുമ്പോൾ അവൾ പറയും, സൊഫ് ഇങ്ങനെ പൂർത്തിയാക്കിയിട്ട് അവരവിടെ ഇരിക്കുക. ദിക്റും സ്വലാത്തും ഖുർആൻ പാരായണവും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് അവരവിടെ ഇരിക്കുക. വരുന്നവർ അവിടെ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് നടന്നിട്ട് അങ്ങനെയൊക്കെ കണ്ട് ഇമാമാണ് കയറിട്ട് വെച്ച് നിൽക്കുന്നതല്ല പരിപാടി. നല്ലത് സൊഫിൽ ഇങ്ങനെ നിൽക്കലുമല്ല, സൊഫിൽ വന്നണിയായിരിക്കുക. അതെങ്ങനെ ഇരിക്കണം എന്ന് ചോദിച്ചപ്പോ യുതിമൂന സുഫൂഫൽ ഉവൽ സുമ്മൽ ഉവൽ എന്ന, ആദ്യം വരുന്ന ആളുകൾ ആദ്യത്തെ സൊഫിൽ ഇങ്ങനെ പൂർത്തിയായിട്ടിരിക്കണം. അത് പൂർത്തിയായതിനു ശേഷം മാത്രമേ രണ്ടാമത്തെ സൊഫിനെ കുറിച്ച് ആലോചിക്കാവുള്ളൂ. അടുത്ത കാര്യം, ആദ്യം ഇങ്ങനെ വലതുഭാഗം ഇങ്ങനെയാണ് ഫുള്ളാകട്ടെ എന്ന് വെക്കുന്നതല്ല പ്രവണത. സംഭവം വലതുഭാഗത്തെ സൊഫിന് പുണ്യമുണ്ട്. സൊഫിന്റെ ഒന്നാമത്തെ സൊഫിനും വലതുഭാഗത്തിനും ഫള് കൂടും. പക്ഷെ അത് വെച്ച് ആദ്യം വരുന്ന ഒരു 10 ആളുകൾ ഇങ്ങനെയാണ് വലതുഭാഗത്തും പിന്നെ വരുന്ന 10 ആളുകൾ ഇടതുഭാഗത്തും എന്നല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ആദ്യം വരുന്ന ആൾ ഇമാമിന്റെ വലതുഭാഗത്ത്, രണ്ടാമത് വരുന്ന ആൾ ഇടതുഭാഗത്ത്, മൂന്നാമത് വലതുഭാഗം, നാലാമത് ഇടതുഭാഗം, അഞ്ചാമത് വലതുഭാഗം. ഇടതുഭാഗത്തുള്ളതിനേക്കാൾ സൊഫ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരാൾ മാത്രമേ വലതുഭാഗത്ത് കൂടാൻ പാടുള്ളൂ. സൊഫ് പൂർത്തിയാകുന്നത് വരെ അങ്ങനെയാണ് തുടരേണ്ടത്. രണ്ടാമത്തെ റക്അത്തിൽ രണ്ടാമത്തെ സൊഫിൽ വരുന്നവരും ആദ്യം നിൽക്കേണ്ടത് ഇമാമിന്റെ വലതുഭാഗത്താണ്. അതല്ലാതെ അവിടെ നിന്നിട്ടല്ല, ഇവിടെയാണ് തുടങ്ങുന്നത്. ഇതുപോലെ ഒന്ന് വലത് ഇടത് എന്ന് വെച്ചാണ് ഇത് തുടരേണ്ടത്. അങ്ങനെ ഇമാം പള്ളിയിൽ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയട്ടോ. ഞാൻ നിങ്ങൾ ഇങ്ങനൊന്നും അല്ല, നമ്മളിങ്ങനൊന്നും പോരാ, ഇതൊന്നും ശരിയല്ല എന്നല്ല പറയുന്നത്. നമ്മളൊരു ആത്മാർത്ഥമായ നെയ്യത്തോടു കൂടിയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഈ മഴയും വെയിലും ഒക്കെ ഉള്ള കാലത്ത് ഇതൊക്കെ വകവെക്കാതെ ഇവിടെ വരുന്നത് രാത്രിയും പകലും. അതിന്റെ പൂർണ്ണമായ പ്രതിഫലം നമ്മൾക്ക് കിട്ടണം. വേണ്ടേ? ഫൈന തസ്വിയത്ത് സുഫൂഫി മിൻ തമാമി സ്വലാ എന്ന, ജമാഅത്തിന്റെ പൂർണ്ണ പ്രതിഫലം ലഭിക്കണമെങ്കിൽ സൊഫുകൾ ശരിയായിരിക്കണം. എന്നാലത് കിട്ടുള്ളൂ. അപ്പൊ ഇമാമിനെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഖത്തീബിനെ കാണാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഈ മുട്ടിരിക്കുന്ന പരിപാടിയൊക്കെ നമ്മളൊന്നും ഇങ്ങനെ മാറ്റണം. കാരണം ഇതൊന്നല്ല, നമ്മൾ വരുന്നതിന്റെ ഉദ്ദേശം ഇവിടെ പങ്കെടുക്കുമ്പോൾ കിട്ടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വലിയ ഓഫറുണ്ട്, റിവാർഡുണ്ട്. അതിലൊരു നയാ പൈസയുടേത് കുറവില്ലാതെ നമുക്കത് കിട്ടണം. അത് കിട്ടാൻ എന്ത് വേണം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇത്രയും കാലം എന്തേ ഇയാളത് പറയുന്നു എന്ന് ചോദിച്ചാൽ,
എന്തിപ്പോ ഇത്രയും കാലം മഴ പെയ്യാതിരുന്നു എന്ന് ചോദിക്കണം. അതേപോലെ ഇതൊക്കെ പഠിച്ചവൻ ഓരോ സമയം തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ. മാത്രമല്ല നമ്മളിത് പലപ്പോഴായി പല രൂപത്തിൽ പറയുന്നതുമാണ്. ഇതൊക്കെ എത്രയും പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ല എന്ന് പറയുന്ന പ്രവണത ഇസ്ലാമിൻ്റെതല്ല. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പറഞ്ഞു തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞോളൂ. ഈമാനുള്ളവർക്ക് അതൊക്കെ ഗുണകരമാവും, ഇരിക്കും നിങ്ങൾക്കും. അങ്ങനെ ഇമാം മിഹ്റാബിലേക്ക് വരുന്നു. നമ്മളോട് ഇക്കാമത്ത് വിളിക്കേണ്ട ആളോട് അത് ഇക്കാമത്ത് വിളിക്കാൻ ആവശ്യപ്പെടുന്നു. ഇക്കാമത്ത് വിളിക്കുന്നു. ഞാനൊരു ഇമാമിനെ പരിചയപ്പെടുത്തുക, ഇസ്ലാം പഠിപ്പിച്ച ഇമാമിനെ. ഇമാം പിന്നെ ചെയ്യേണ്ടത് മൗമൂമുകളുടെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് നിങ്ങളതൊന്ന് അടുത്തെന്താണ് ഡ്രസ്സൊക്കെ ഒന്ന് ശരിയാക്കാണ്, ആ വളവൊക്കെ ഒന്ന് തീർത്താണ് എന്ന് നമ്മൾ തമ്മിലുള്ള ഒരു മുഖാമുഖ സംസാരമാണ് ഇമാമും മൗമൂമുകളും പിന്നീട് വേണ്ടത്. അതല്ലാതെ പടിഞ്ഞാട്ട് തിരിഞ്ഞതിന് മൈക്കൊക്കെ ഇങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞമ്മക്ക് മനസ്സിലാവുന്നത് വെച്ചിട്ട് ചെപ്പോഴൊക്കെ ശരിയാക്കി നിർത്തിക്കളി ഇങ്ങനെ പേരിന് പറയുന്ന ഒരു സുന്നത്തല്ല. അതൊരു ആത്മാർത്ഥതയോടെ നിങ്ങൾക്കും പുണ്യം കിട്ടണം എനിക്കും പുണ്യം കിട്ടണം എന്ന രൂപത്തിലാണ് ഇമാം ഇത് മറ്റുള്ളവരോട് പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖലീഫമാരുടെയും ഒക്കെ ഈ വിഷയത്തിലെ നിലപാട്, അവർ ഇഖാമത്ത് വിളിച്ചതിന് ശേഷം സൊഫിൽ നിന്ന് പിന്നിലേക്ക് ഇറങ്ങുകയും ഓരോ സൊഫിന്റെയും പിൻഭാഗത്തുകൂടെ നടന്ന് അത് കുറവില്ലാതെ ന്യൂനതകളില്ലാതെ പരിഹരിക്കുകയും ചെയ്ത് ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ അപ്പോൾ വന്ന അവസാനത്തെ ഏറ്റവും ബാക്കിലെ സൊഫ് വരെ ക്ലിയർ ആക്കിയിട്ട് അവർ രണ്ടാമത് മിഹ്റാബിലേക്ക് വന്നായിരുന്നു നിസ്കരിച്ചിരുന്നതാണ്. അപ്പൊ ഇഖാമത്ത് വിളിക്കുന്നതിന് മുമ്പ് തന്നെയാണ് നിസ്കരിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്താ ഇയാൾക്കവിടെ പണിയെന്ന് വിചാരിക്കേണ്ട കാര്യവും നമുക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത്രയുമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഖാമത്ത് വിളിച്ചതിന് ശേഷം ഒരു തവണ അലാ റിസ്ലിക്കുമ എന്ന് പറഞ്ഞു പോയിട്ട് കുളിച്ചു വന്നത് ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൗമൂമുകൾ ഇവിടെ നിൽക്കണം, നമ്മളാണ് ശമ്പളം കൊടുക്കുന്ന ആളാണ്, അതുകൊണ്ട് ഈ പണിക്ക് ഓഞ്ഞ അടുത്ത ജമാഅത്തിന് ഇവിടെ വേണ്ട എന്നൊന്നും പറയുന്നത് അല്ല നമ്മുടെ സിസ്റ്റം. ജമാഅത്തിന്റെ അവസാനമാക്കി ഇമാമാണ്. പക്ഷെ അയാൾ മനസ്സിലാക്കേണ്ടുന്ന കുറേയേറെ കാര്യങ്ങളുള്ളത്, അയാളുടെ ജമാഅത്തിൽ അയാളുടെ പിന്നിൽ നമസ്കരിക്കാൻ വരുന്നവരിൽ ഏറ്റവും ധൃതി അത്യാവശ്യക്കാരനെയും ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവരെയുമാണ് അയാൾ പരിഗണിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുസമ്മിലിന്റെ 20-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. അലിമല്ലാഹു നിങ്ങളുടെ അലിമല്ലാഹു അന്നഫീക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ അത്യാവശ്യമുള്ളവരുണ്ടാകും, യാത്രക്കാരുണ്ടാകും, രോഗികളുണ്ടാകും, യുദ്ധാവശ്യത്തിന് പോകുന്നവരുണ്ടാകും. ഫഖറുമാ തയസ്സറ മിനൽ ഖുർആൻ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ജമാഅത്തിൽ പങ്കെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ലളിതമാക്കണം ഖുർആൻ പാരായണം. കുറേശ്ശെ ഓതിയാൽ മതി. അത് അവസാനം ഈ ഏറ്റവും ധൃതിയുള്ള ആളെയും ഏറ്റവും നിസ്സഹായനായ ദുർബലനായ ആളെയുമാണ് പരിഗണിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നല്ല ഇമാം ആരാണെന്ന ചോദ്യത്തിന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും വേഗത്തിലും ഏറ്റവും ലളിതമായും ഏറ്റവും പൂർണ്ണമായും നമസ്കരിക്കുന്നത് ആരാണോ അയാളാണ് അറിവ് തികഞ്ഞ ഇമാം എന്നാണ്. സ്പീഡ് ഉണ്ടാവണം, അത് പെട്ടെന്ന് തീരണം, സംഗതി ലളിതമാവണം, എന്നാൽ പൂർണ്ണതക്ക് തടസ്സമാകുന്ന യാതൊന്നും ഉണ്ടാവുകയും ചെയ്തുകൂടാ. ഇമാം ഇത് മനസ്സിലാക്കണം. ഇമാമത്ത് എന്നത് ഒരു കൂലിപ്പണിയായിട്ട് അയാൾ കണക്കൂട്ടാൻ പാടില്ല, ഒരു വരുമാന മാർഗമായിട്ട് കണക്കൂട്ടാൻ പാടില്ല. അയാളുടെ പിന്നിൽ നിൽക്കുന്നവർക്ക് ഒരു തരത്തിലുമുള്ള അലോസരതയോ മടുപ്പോ അതല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഉണ്ടാവാത്ത രൂപത്തിൽ അയാളുടെ നമസ്കാരത്തെ ക്രമപ്പെടുത്തേണ്ടതുമുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് വേണം നമ്മൾ ഒരു ജമാഅത്ത് നമസ്കാരത്തെ പഠിക്കാൻ. ഇതിൽ പൂർണ്ണതക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടുന്നത് ഇമാമിന്റെയും മൗമൂമുകളുടെയും ഒരുപോലുള്ള ബാധ്യതയാണ്. 10-60 കൊല്ലമായി ഞാനും തുടങ്ങിയിട്ട് ഇത്രയും കാലം ഇല്ലാത്തത് ഇനിയിപ്പോ വയ്യ എന്നുള്ള തീരുമാനം നമ്മൾ എടുത്താറിയിട്ടുണ്ടാവില്ല, എന്ന് എനിക്കറിയാം. എന്നെക്കാൾ കൂടുതൽ ഈമാനുള്ളവരാണ് നിങ്ങൾ എല്ലാവരും എന്ന് തികഞ്ഞ ബോധ്യത്തോടു കൂടിയാണ്. പക്ഷേ മിമ്പറിന്റെയും ഈ ഖുർആൻ പഠിപ്പിക്കുന്നവരുടെയും ബാധ്യത കൂടിയാണ് എന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്. വീട്ടിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ജമാഅത്ത് നമസ്കാരങ്ങളുടെ നിയമങ്ങൾ, ഷർത്തുകളും അദബുകളും നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ പാലിച്ചിരിക്കണം എന്ന് ഒരു തുടക്കം കിട്ടിയ ചാൻസിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും ആഴത്തിൽ ഖുർആൻ പഠിക്കാൻ, ആഴത്തിൽ മതം പഠിക്കാൻ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അള്ളാഹു ഒരാൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഖൈറ് നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന് അയാൾക്ക് അള്ളാഹു നൽകുക മതത്തിൽ ആഴത്തിലുള്ള അറിവാണ് എന്ന്. അപ്പൊ അത് നമ്മൾ നേടാനുള്ള ശ്രമം
നിരന്തരം നടത്തിക്കൊണ്ടിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ശരി, നമുക്ക് പോയിക്കൂടെ, തുടങ്ങിക്കൂടെ? എന്തെങ്കിലുണ്ടല്ലോ ഡൗട്ടുകൾ എന്തെങ്കിലുണ്ടോ? നമ്മളെ ഇപ്പൊ നടന്ന നിസ്കാരം ഉൾപ്പെടെയുള്ളവ കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു. സംശയങ്ങളുടെ ഇപ്പം തീർക്കണ്ടോ? ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ തിരുത്തി തരുകയും വേണം. ഇല്ലല്ലോ. ഇത് നമ്മൾ സൂറത്ത് ഹദീദ് പറഞ്ഞപ്പോൾ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ? ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവ്വ വസ്തുക്കളും മാ എന്നതിൽ ലഹയായി വല്ലമ്പാത്ത് എന്ന് പറയാം. ജീവനുള്ളതും ഇല്ലാത്തതുമായ സകല വസ്തുക്കളെയും ഒറ്റയടിക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അറബി ഭാഷയിലെ ശബ്ദമാണ് മാ എന്നത്. അപ്പൊ മാഫിസ് സമാവാത്തി ബമാഫിൽ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ. പുതിയ മലയാള ഭാഷയിൽ ഖഗോളം എന്നാ പറയാ. ഖഗോളം. അതിൽ എന്തൊക്കെയുണ്ടോ ഈ പ്രപഞ്ചത്തിൽ, നമ്മൾ കണ്ടതും കാണാത്തതുമായ, അറിഞ്ഞതും അറിയാത്തതുമായ, കേട്ടതും കേൾക്കാത്തതുമായ ലോകത്തെ മുകളിലും താഴെയും അതിൻ്റെ താഴെയുമായിട്ടുള്ള സകലമാന സംവിധാനങ്ങളും ചെറുതും വലുതുമായതൊക്കെ അതിൽപ്പെടും. അവയൊക്കെയും സബ്ബഹലില്ല, അള്ളാഹുവിന് സ്തോത്ര കീർത്തനങ്ങൾ, സ്തുതി, പുകഴ്ത്തിപ്പാടൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയൊന്നുമല്ല നമ്മൾ പറയാം. നമ്മൾ പറയുന്നത് എന്താ? തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അല്ലേ? നമുക്കതാണ് അതിൽ എളുപ്പമുള്ള പദം. നമ്മുടെ മനസ്സിൽ കൂടുതൽ തക്കവയും ആദരവും ഉണ്ടാക്കാൻ പറ്റിയ പദം അതാണ്. അത് വിശുദ്ധ ഖുർആൻ മറ്റൊരു സൂറത്ത് ഇസ്രായേൽ പറയും, ഒരു വസ്തുവും അള്ളാഹുവിന് തസ്ബീഹും തഹ്മീദും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയാത്ത ഒരു വസ്തുവും ഈ ദുനിയാവിൽ എവിടെയില്ല. പക്ഷെ വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവയൊക്കെ പറയുന്ന സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവാത്ത കുഴപ്പമാണ്. അത്രേ ഉള്ളൂ. അടുത്ത കേസില് ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ ഒപ്പം പർവ്വതങ്ങളും മരങ്ങളും മൃഗങ്ങളും പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇനിയിപ്പോ നമ്മളോട് അള്ളാഹു അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അള്ളാഹ് പറഞ്ഞു വൈമിൻ ഷൈഇൻ യുസബ്ബിഹു ബിഹംദി റബ്ബിഹി, അള്ളാഹ്ക്ക് തസ്ബീഹ് ചൊല്ലാത്ത അൽഹംദുലില്ലാഹ് പറയാത്ത ഒരു ജീവി ഒരു വസ്തുവും ലോകത്ത് എവിടെയുമില്ല. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആലോചിക്കാനുള്ളത്, ഇന്ന് നേരം വെളുത്തിട്ട് നിസ്കാരത്തിന് ശേഷമുള്ള 33 വട്ടം 33 വീതം ചെല്ലിന്നല്ലാതെ വേറെ ആരെങ്കിലും ഇങ്ങനെ ഒരു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചാൽ ഉത്തരം പലപ്പോഴും തലതാത്തിയിരിക്കലാണ്. സമുദായത്തിൽ നിങ്ങളെ കുറിച്ച് എല്ലാപ്പോഴും കേട്ടോ, അവനോട് കുറിച്ചിട്ടൊന്ന് ആലോചിക്കണം, നല്ലതാ. നിസ്കരിച്ചതിന് ശേഷം 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ നമ്മൾ പറയുന്നുണ്ട്. അതല്ലാതെ ഇന്ന് ഇങ്ങനെ തസ്ബീഹ് ചൊല്ലിയവരുണ്ടോ ഈ സമൂഹത്തിൽ, സമുദായത്തിൽ, ഈ കൂട്ടത്തിൽ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഉണ്ട് എന്ന് പറയാൻ നമുക്കൊരു ആത്മവിശ്വാസം പോരാ. ഇല്ലാന്നെങ്ങാനും പറഞ്ഞാൽ അത് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ മാനം കെട്ടുപോകുമോ എന്ന ചിന്തയും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സമുദായത്തോടാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടാണ്, അള്ളാഹുവിങ്കൽ ചിലപ്പോൾ ആ ഒരു പറയുന്ന ഒരു ഒറ്റ സുബ്ഹാനല്ലാഹ് നമ്മുടെ നന്മയുടെ തുലാസിൽ കനം കൂടാൻ കാരണമാകുന്നത്. ഞാൻ ആലോചിച്ചോക്കട്ടെ അല്ലേ? അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ വിലയറിയാം. നന്മയും തിന്മയും, തിന്മ കൂടിയാൽ നരകത്തിൽ എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. പിന്നെന്താ പറഞ്ഞു? നിങ്ങൾ ആലോചിച്ചോക്കണേ, നന്മ കുറഞ്ഞാൽ അമ്മാമൻ സഖുലത് മവാസീനുഹു, ബാക്കി പറഞ്ഞാൽ ഫഹുവ ഫീ ഇശ്ശത്തിർ റാളിയ. നന്മ കൂടിയാൽ സ്വർഗം. അമ്മാമൻ ഖഫ്ഫത് മവാസീനുഹു എന്നാണ്. കനം കുറഞ്ഞാൽ, തിന്മ കൂടിയാൽ എന്ന് പറഞ്ഞില്ല. പറഞ്ഞോ? ഇല്ല. നമ്മൾ എങ്ങനെയൊക്കെയോ പറഞ്ഞു പോയതാണ് തിന്മ കൂടിയാൽ എന്നാണ്. അങ്ങനെയല്ല, നന്മ കുറഞ്ഞാൽ എന്നാണ്. അപ്പൊ തിന്മ കൂടിയാലല്ലേ നന്മ കുറയാന്ന് വെച്ചാൽ അല്ല, അങ്ങനെയല്ല. തിന്മകളെ നന്മകൾ കൊണ്ട് മറികടക്കാമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്തി എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. തിന്മകളെ നന്മകൾ അധികരിപ്പിച്ച് മറികടക്കാം അല്ലേ? ഒരു തിന്മ സംഭവിച്ചു പോയാൽ ഉടനെ ഒരു നന്മ കൊണ്ട് അതിനെ മായ്ച്ചു കളയാൻ ശ്രമിക്കണം. തംഹുഹ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വഅത്ബി സയ്യിഅത്തൽ ഹസനത തംഹുഹ എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഒരു വീഴ്ച സംഭവിച്ചാൽ അതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു നന്മ ചെയ്യണം. ആ നന്മ ഈ തിന്മയെ മായ്ച്ചു കളയുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്ന വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് ഇറങ്ങുക എന്നത് നന്മ കുറയാനിടയാവുക എന്നതാണ്. നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ നാവുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താതെ പോകുന്നത് കൊണ്ടുണ്ടാകാനിടയുള്ള കോട്ടം എപ്പോഴാ പറയുന്നറിയോ? എന്താണ്? യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി. അനുവദിച്ചു കിട്ടിയ സമയം ദുനിയാവിൽ പഠിച്ചോനെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലല്ലോ. യാ ലൈത്ത് യാ വൈലി യാ ഹസറത അലാ മാ ഫറത്തു ഫി ജംബില്ലാ. സൂറത്ത് സുമർ. പഠിച്ചോന്റെ അടുത്ത് പുണ്യം കിട്ടുന്ന കാര്യം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ട് ഞാനത് നഷ്ടപ്പെടുത്തിയല്ലോ എന്ന്. അത് ആലോചിച്ച് നോക്കണ്ടേ? ഇനി ആ ആയത്തിൽ കൊണ്ടുകൂടെ വന്നു കാണി. ഒരു വസ്തുവും തസ്ബീഹ് ചൊല്ലാത്തതായിട്ടില്ല. പക്ഷിപ്പറവകൾക്ക് പോലും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നും തസ്ബീഹ് ചൊല്ലേണ്ടതും എന്നും അറിയാം. മനുഷ്യർ ഉൾപ്പെടെയുള്ള സൃഷ്ടി വിഭാഗത്തിന്റെ നിഴലുകൾ പോലും അല്ലാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി വഇന്നഹു അലാ ദാലിക വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി. അവസാനം ഞാൻ പറയാത്തെന്തറിയോ? അത് ഇന്നെ ബാധിക്കുന്ന കേസായതുകൊണ്ട്. നിങ്ങളത് പറയുന്നത് നിങ്ങളത് ബാധിക്കൂല എന്നുള്ള ആത്മവിശ്വാസം കൊണ്ട് അള്ളാഹു കാത്തു രക്ഷിക്കുമാറോട്ടെ. നമ്മളോട് എന്നാ മനുഷ്യർ അള്ളാഹുവോട് നന്ദി കെട്ടവനാണ്. അതിന് അവൻ തന്നെയാണ് തെളിവ്. അവന്റെ വിഷയത്തിൽ വൈന്നഹു അലാ ദാലികല്ല ഷഹീദ്. അവൻ നന്ദി കെട്ടവനാണെന്നതിന് വേറെ ആരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവൻ തന്നെയാണ് തെളിവ്. അവനെ കുറിച്ചിട്ടൊന്ന് ആലോചിച്ചാൽ മതി. അവൻ ഇങ്ങനെ നന്ദി കെട്ടവനായി പോകാനുള്ള കാരണം അവന് സമ്പത്തിനോട് ദുനിയാവിന്റെ നന്മകളോടായിരുന്നു കഠിനമായ പ്രേമം. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. നമ്മൾ സാധാരണ പറയുന്ന സംഗതിയില്ലേ, പരിശുദ്ധ ഖുർആനിനെ വിശദീകരിക്കാൻ പരിശുദ്ധ ഖുർആൻ തന്നെ ഉപയോഗിക്കാം. അതാണ് ശരിയായ വിശദീകരണം. ഇനി ആയത്തൊന്നുകൂടി ഓതി കാണി. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. ഇനി ഞാൻ ആ ചോദ്യം ഒന്നുകൂടി ഇന്നോടാണ്. ഇന്ന് 4 വഖത്ത് നിസ്കാരം കഴിഞ്ഞു. 132 തവണ സുബ്ഹാനല്ലാഹ് ആ അർത്ഥത്തിൽ പറഞ്ഞ്, 132 തവണ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ്, 132 തവണ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ്, 133ാമത്തെ തവണ അത് പറഞ്ഞ ആൾക്കാർ എത്ര ഉണ്ടെന്ന് നോക്കാണി. കൈവക്കൊന്നും വേണ്ട. ആ 33ാമത്തെ തവണ നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്തായതല്ല. പിന്നെ എപ്പോഴാണ്? ഈ പറഞ്ഞ തസ്ബീഹാണ്. വേണ്ടേ? നമുക്ക് സ്വർഗം നരകം അവിടുന്ന് നമ്മൾ വന്നത്. നന്മ കൂടിയവൻ സ്വർഗത്തിൽ, നന്മ കുറഞ്ഞവൻ നരകത്തിൽ. നന്മയും തിന്മയും ബാലൻസ്ഡ് ആണെങ്കിലോ, തുല്യാണെങ്കിലോ എന്താ അവസ്ഥ? 7ാമത്തെ അധ്യായത്തിന്റെ പേരെന്ന് നോക്കാണ് ഇൻഡെക്സിൽ. ഖുർആനിലെ 7ാമത്തെ അധ്യായത്തിന്റെ പേര് അൽ അറാഫ് എന്നാണ്. സ്റ്റെപ്പുകൾ, മറ, സ്റ്റേഡിയത്തിലെ ഗാലറി എന്നൊക്കെയാണ് അർത്ഥം. ഇത് എവിടെയെന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോ ബൈനഹുമാ ഹിജാബുൻ വഅലൽ അറാഫി റിജാൽ. സ്വർഗത്തിനും നരകത്തിനും ഇടയിൽ ഒരു മറയുണ്ട്. അവിടെ ഒരു സ്റ്റെപ്പ്, ഒരു ഉയർന്ന പീഠമുണ്ട്, ഇരിപ്പിടം. അവിടെ കുറച്ച് ആൾക്കാരുണ്ടാവും.
അവരാരാന്ന് ചോദിച്ചാൽ അവർക്ക് മുമ്പിലേക്ക് നോക്കിയാൽ സ്വർഗവും അവിടുത്തെ അനുഭൂതികളും അത് അനുഭവിക്കുന്ന മുഅ്മിനീങ്ങളെ കാണാൻ പറ്റും. അവർ ആത്മാർത്ഥമായി ആലോചിക്കും, പഠിച്ചോനെ നമ്മളവിടെ എത്തിയില്ലല്ലോ, മത്തിയിരുന്നു. മുതുകത്ത് ചൂട് ഇങ്ങനെ വരും. എവിടുന്ന്? നരകത്തിന്റെ. وَإِذَا صُرِفَتْ أَبْصَارُهُمْ تِلْقَاءَ أَصْحَابِ الْجَنَّةِ കണ്ണങ്ങോട്ട് പോകും, തിൽക്കാ അസ്ഹാബിൻ നാർ പിന്നേക്ക് ഇങ്ങോട്ടും പോകും. ഇതിന് രണ്ടിന്റെ ഇടക്കാ. അവൾ പറയും, റബ്ബനാ ലാ തജഅൽനാ മഅൽ ഖൗമിൽ ളാലിമീൻ, ഇക്കൂട്ടത്തിലേക്ക് ഏതായാലും പെടുത്തലേ പഠിച്ചോനെ എന്ന് അവർ പറയും. ഞാനതിന് സാധാരണ പറയുന്നറിയോ, അത് നമ്മളെ സംബന്ധിച്ച് ശരിയാണോ അല്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മുടെ മക്കളെ സംബന്ധിച്ച് പലപ്പോഴും ശരിയാ. ബിരിയാണി ചെമ്പ് നിറഞ്ഞ് ബിരിയാണി ഉണ്ട്, പൊട്ടിച്ചിരിക്കണം. അവിടെ കൊണ്ടുപോയി നിർത്തി നമ്മളൊരു 10 വയസ്സുകാരനെ. അവിടുന്ന് പോകാനും പാടില്ല, തിന്നാനോട്ട് കൊടുക്കൂല, മണങ്ങനെ മൂത്ത് കളിക്കുകയും ചെയ്യും. അതാണോ അവൻ അവിടുന്ന് അടിച്ചോടിച്ച് വിടുന്നതാണ് അവന് കൂടുതൽ ഇഷ്ടമുണ്ടാവുക? ഏതിരിക്കും? മോനവിടെ കുളിക്കാതിരിക്കലല്ലേ? പ്രിയപ്പെട്ടവരെ, അവിടെ വെച്ച് നമ്മൾ ആലോചിക്കും, ഏത് ഒരു സുബ്ഹാനല്ലാഹ് കൂടുതൽ ചൊല്ലിയാൽ മതിയെന്ന്, ഒരു അൽഹംദുലില്ലാഹ്, ഒരു അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു തസ്ബീഹ് സുബ്ഹാന റബ്ബിയൽ അലീം, ഒരു സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സുബ്ഹാനല്ലാഹി വബിഹംദി, ഒരു സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദി, ഒരു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, എല്ലാം പെട്ട് അല്ലേ? ഒക്കെ ഒന്ന് ചൊല്ലിയാൽ മതിയെന്നു അപ്പം നമുക്ക് തോന്നും. പിന്നെ തോന്നിയിട്ട് വല്ല കാര്യമുണ്ടോ? തോന്നില്ലേ? അവിടെയാണ് യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി എന്ന് പറയേണ്ടി വരിക. ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ്, കൂലിപ്പണി എടുക്കുന്ന ആൾക്കാരാണ്. കൂലിപ്പണി എടുക്കുമ്പോൾ രാഷ്ട്രീയം പറയാം, നാട്ടുവർത്താനം പറയാം, മറ്റുള്ളവന്റെ കുറ്റം പറയാം. തസ്ബീഹ് ചെല്ലാൻ പറഞ്ഞാൽ മാത്രമാണ് എപ്പോഴാ പൈനൊക്കെ നേരം കിട്ടുന്നത് വയ്ക്കാം. നാളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയേക്കാണെങ്കിൽ അതിന് മാത്രം സമയമില്ല, പറ്റൂല എന്നാ പറഞ്ഞു. ബാക്കിയൊക്കെ പറ്റും. ഡ്രൈവ് ചെയ്യണവർക്ക് പറ്റൂലേ? അടുക്കള പണിയെടുക്കണവർക്ക് പറ്റൂലേ? എപ്പോഴാ? ആർക്കാണിത് പറ്റാത്തത്? നമ്മുടെ മനസ്സിന് പണിയുള്ളത് എപ്പോഴാ? എപ്പോഴും ഇല്ല, ഫ്രീയാ. എന്നിട്ട് നേരെ പോകാൻ വേണ്ടിയിട്ട് വേണ്ടാപ്രത്യൊക്കെ കാണുന്നതും കൊടുക്കണതും നമ്മൾ പറയേണ്ടത് എന്താ? ടൈം പാസിന് ഇരുന്നാ അല്ലേ? അത് ടൈം പാസിനല്ലേനാ. അങ്ങനെ പാസ്സാക്കി വിടാൻ ടൈമില്ല നമുക്ക്. ഇതാ പറകത്ത പൻസം ഒന്ന് അവസാനിച്ചാൽ അടുത്തത് തുടങ്ങിക്കോ. ഓരോന്ന് അവസാനിപ്പിക്കുമ്പോഴും അടുത്തത് തുടങ്ങുന്നത് എന്തിനു വേണ്ടിയാണ്? വൈല റബ്ബിക ഫർഗം, പടച്ചവനടുത്താവണം ആഗ്രഹവും പ്രതീക്ഷയും മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അതാവണം. അതിനു വേണ്ടി എന്താന്ന് വെച്ചാൽ ചെയ്തോളിന്ന. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർളി വമാ ഫിൽ അർളി വഹുവൽ അസീസുൽ ഹക്കീം. അവൻ പരമപ്രതാപിയ യുക്തിമാനാണ്. അതിനർത്ഥം നമ്മൾ പലവട്ടം പറഞ്ഞു പോയതാണ്. ഞാൻ അതിൻ്റെ ഇങ്ങനെ പറയണ്ട, എന്ത് ചെയ്യാനും കഴിവുള്ളവൻ എന്ന അർത്ഥത്തിലാണ് പ്രതാപി എന്ന് പറയാം. ഇസ്സത്തുള്ളവൻ, ഇസ്സത്തിന്റെ അങ്ങേയറ്റം കണ്ടവൻ. അതുപോലെ തന്നെ ഹിക്മത്തുള്ളവൻ, ഹക്കീം. ആരെ, എപ്പോൾ, എന്ത്, എങ്ങനെ, എന്തിന്റെ പേരിൽ എത്രമാത്രം ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള തെറ്റുകൂടാത്ത അതോറിറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവിടൊക്കെ നമുക്ക് ന്യായങ്ങൾ ഉണ്ടാവണം. നമുക്കവിടെ കാണിച്ചു കൊടുക്കാനുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടാവണം. എന്താ ഈ കൊണ്ടുവന്നിരിക്കണമെന്ന് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാൻ ഉണ്ടാവണം. ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. എന്തുണ്ട് ഇപ്പൊ കൊട്ടയിലൊന്ന് നോക്കിക്കളി എന്ന് സൂറത്തെ ഹശ്ർ കഴിഞ്ഞ സൂറത്ത് നമ്മളോട് പറഞ്ഞത് അതിനും കൂടെ വേണ്ടിയിട്ടാണ്. അള്ളാഹു നമ്മളെ അവന്റെ തഖ്വയുള്ള വിനയമുള്ള നാവിൽ തസ്ബീഹ് നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ ജീവിക്കാനും
മരിക്കാനും തൗഫീഖ് നൽകപ്പെടുന്നവർ ഉൾപ്പെടുത്തുമാറാവട്ടെ. യാ അയ്യുഹല്ലദീന ആമനു, നിങ്ങൾക്ക് എന്നോട് ഇപ്പൊ ചോദിക്കാൻ പറ്റുന്ന ചോദ്യം, വിശ്വാസികളെ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങളിത് പറയണം ഇപ്പൊ ചെയ്യണില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണോ ഇത് പറയണത്? അത് നമ്മളെ വല്ലാത്ത ബേജാറാക്കുന്ന ഒരു സംഗതിയാണ്. മിമ്പർ കൈകാര്യം ചെയ്യാൻ എനിക്ക് വലിയ പണിയില്ല, ക്ലാസ്സുകൾ നടത്താനോ എഴുതാനോ വായിക്കാനോ പ്രസംഗിക്കാനോ ഒന്നും പണിയില്ല. പണി എന്തിനാണത്? അതനുസരിച്ച് ജീവിക്കാനാണ്, അല്ലേ? ഉപദേശിക്കാൻ നമുക്ക് ഇരിക്കും പറ്റും, നിങ്ങൾക്ക് പറ്റും. 1.5 മണിക്കൂർ നിങ്ങളെന്റെ മുമ്പിൽ പിടിച്ചിരുത്താന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്തൊരു കഴിവല്ലേ? പക്ഷെ അതിലൊരു 10 മിനിറ്റെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി നിലനിർത്തുക എന്നുള്ളത് നല്ല പണിയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ-ബഖറയുടെ 45-ാമത്തെ ആയത്ത് എന്താ പറയോ? അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ അഫലാ തഅഖിലൂൻ. എന്റെ നെഞ്ഞത്തൊരു 10-25 കൊല്ലം മുമ്പ് അടിച്ച ഒരു ഭയങ്കര ആണിയാണ്, ചൂടുകൊരു ചുറ്റിക. അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി, എന്റെ പണി തന്നെ ആൾക്കാരോട് നല്ല കാര്യം പറയല, അതിന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ തെൻസൗന അൻഫുസകും, അത് നിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ ഒരു മറവിണ്ടല്ലേ. മറ്റുള്ളവരോട് നന്മ കൽപ്പിക്കുകയും സ്വന്തം വിഷയത്തിൽ അത് മറക്കുകയും ചെയ്യുകയാണോ നിങ്ങൾ? അതിന്റെയും പുറത്ത് അന്തും തത്ലൂനൽ കിതാബ് മുന്തിയ ആയത്താ. നിത്യവും ഖുർആൻ ഓതുന്നവരല്ലേ, അത് പഠിക്കുന്നവരല്ലേ? അഫലാ തഅഖിലൂൻ, ഇങ്ങനെ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കാണി നമ്മളോടാ. കഴിഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് വചനം കാണാം. യൂതാ ബിർ റജുലി യൗമൽ ഖിയാമ ഫയുൽഖാ ഫിന്നാർ. ഖിയാമത്ത് നാളിൽ ഒരാളെ ഇങ്ങനെ മലക്കുകൾ വലിച്ചിഴച്ച് കൊണ്ടുവന്നിട്ട് ഫയുൽഖാ ഫിന്നാർ, നരകത്തിൽ കണെറിയും. ഫതന്തലിഖു അഖ്ദാബു ബത്നിഹി, നരകത്തിലിട്ട് വെന്ത് പൊട്ടിയിട്ട് അതിനുള്ള ആമാശയും കുടലൊക്കെ കൂടെ പുറത്തിയാടും. ഫയദൂറു ഹൗലഹു കമാ യദൂറുൽ ഹിമാറു ഹൗല റഹ. ആ ചക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ? കുട്ടികൾക്ക് മനസ്സിലാവോ? എണ്ണാട്ടാൻ ഉപയോഗിക്കുന്ന പണ്ടത്തെ സാധനം ചക്ക്, അതിനാണ് റഹ എന്ന് പറയാ. ചക്കിന് ചുറ്റും കഴുത കറങ്ങുന്നത് പോലെ അവൻ ആ കുടൽമാരങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കറങ്ങുന്നിട്ട് വേറിട്ട് പോവില്ല, അതിന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങും. അയാളെ കണ്ടിട്ട് ഇത് നമ്മളെ അറിയുന്ന ആളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അയാളുടെ ചുറ്റുപാടുകളിൽ ആൾക്കാരെ കൂടെ ഓടിക്കൂടും. എന്നിട്ട് അവരിങ്ങനെ തലി കൈവച്ച് നിൽക്കും. ഇത് പറയും, ചെങ്ങായി ഈ പറഞ്ഞത് അനുസരിക്കായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയത്, അള്ളാഹു ഇന്നെ കാത്തുരക്ഷിക്കട്ടെ. പിന്നെ നമ്മളെ വാപ്പാരിന്മാരെ, ഭാര്യ ഭർത്താക്കന്മാര്, നമ്മളൊക്കെ ഇതിന് ബാധക. ഇക്കൂട്ടത്തിൽ എനിക്കാണ് ആദ്യം ബാധിക്കുക കൂടുതൽ. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും നമ്മളെ പ്രാർത്ഥന നിരന്തരം ഉണ്ടാവണം. അവരയാളോട് പറയും, നിങ്ങൾ പറഞ്ഞത് കേൾക്കാഞ്ഞിട്ടാണ്, അനുസരിക്കാഞ്ഞിട്ടാണ് ഞങ്ങളോട് എത്തിയത്. നിങ്ങളോ, ഇങ്ങക്ക് ഇതെന്ത് പറ്റി? അപ്പൊ അയാള് പറയും, ബല, അത് ശരി തന്നെ, കൊന്തു ആമുറു ബിൽ മഅറൂഫ്, ഞാൻ ആളുകളോട് നല്ലതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്റെ പണി, അതിന് എന്റെ വരുമാനം, അതിന്റെ പേരിൽ ഞാൻ കണ്ടമാനം പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും പുതിയ പേര് വൈറലായിരുന്നു അല്ലേ? നല്ല പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ വലാത്തി, പലപ്പോഴും ഞാനത് നടപ്പാക്കിയിരുന്നില്ല. നിങ്ങളോട് പറയുന്ന പല കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അൻഹാനിൽ മുങ്കർ, ഒരു തിന്മയും കണ്ടാൽ ഞാൻ അതിനെ നിരോധിക്കാതിരുന്നിട്ടില്ല. അപ്പം പറയും, മുഖത്തടിച്ച പോലെ മൂപ്പര് കാര്യം നോക്കി പറയും എന്ന് നാട്ടുകാരെന്നെ പറഞ്ഞിന്ന്
ആത്തിഹി ക്ഷത്താരം കിട്ടിയാൽ അത് ഞാൻ എന്നെ ചെയ്യുകയും ചെയ്തിരുന്നു. അതാ പറ്റിയത്. നിങ്ങളെ അടുത്ത ആയത്തെന്തറിയോ? കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള സംഗതി നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും വിരുദ്ധങ്ങളാവുക എന്നതാണ്. പറയുന്നതൊക്കെ ചെയ്തോളണമെന്നില്ല. ഒരു പാവപ്പെട്ട ഖത്തീബിന് മൗലവിക്ക് ഹജ്ജിന്റെ പ്രാധാന്യം പറഞ്ഞൊരു ഖുതുബ നടത്തിക്കൂടെ? ഉപദേശിച്ചൂടെ? സക്കാത്ത് കൊടുക്കാൻ അയാൾക്ക് നിർബന്ധിച്ചൂടെ? ആളുകളെ നിർബന്ധിച്ചൂടെ? ഒരു വല്യപ്പാക്ക് പേരക്കുട്ടികളോട് നിന്നെന്നെ നിസ്കരിക്കാൻ വാശി പിടിച്ചൂടെ? വല്യപ്പാക്ക് നിൽക്കാൻ വയ്യ, നിറ്റ വല്യപ്പാക്ക് നിങ്ങൾ നിൽക്കാത്തതെന്ന് ചോദിക്കാൻ പാടുണ്ടോ? നിങ്ങൾ ആദ്യം അത് ചെയ്ത് കാണിച്ചെന്ന് പറയാൻ പാടുണ്ടോ? അപ്പൊ അതല്ല, എനിക്ക് നടപ്പിൽ വരുത്താൻ കഴിയുന്നത് ഞാൻ നടപ്പിൽ വരുത്തിയിരിക്കണം. നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശേഷിച്ചും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹത്തെ കുറിച്ച് വരുന്ന സംഭവങ്ങളിൽ പലതിലൊന്ന് ഞാൻ ഇവിടെ പറഞ്ഞു തോന്നുന്നു. അവിടേക്കോ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരി മകനുമായി ഖലീഫയായിരുന്ന അലി റളിയല്ലാഹുവിന്റെ അരികിലെത്തും. അവർക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല്, ഇവൻ ഭയങ്കര മധുരം തിന്നും, ഇവന്റെ പല്ലൊക്കെ പോയി, ആര് പറഞ്ഞാലും ഓൻ കേൾക്കണില്ല, ഓൻ ആകെ കൂടെ ഒരു സ്നേഹമുള്ളത് നിങ്ങളോടാ, നിങ്ങളെന്ത് പറഞ്ഞാലും ഓൻ കേൾക്കും, നിങ്ങളോനോട് ഈ മധുരം വല്ലാതെ തിന്നരുതെന്നൊന്നും പറഞ്ഞില്ല. ചെറുകുട്ടിയാണ്. അലി റളിയല്ലാഹു അൻഹു ഓനെ പിടിച്ച് 10 മിനിറ്റ് ഓന്റെ പിന്നാലൊക്കെ നടന്ന് കളിപ്പിച്ച് കളിയൊക്കെ ലോകി കൂടിയിട്ട് കുട്ടിനമ്മാന്റെ തന്നെ കൊണ്ട് കൊടുത്തിട്ട് ഇതൊരു 15 ദിവസം കഴിഞ്ഞിട്ട് ആ മോളൂ എന്ന് പറഞ്ഞു. ആ മോളൊക്കെ എന്റെ ശൈലി കേട്ടോ. ഇതൊരു 15 ദിവസം കഴിഞ്ഞിട്ട് ആ മോളൂ. ഖലീഫല്ലേ പറഞ്ഞ മറുത്തോട് പറയുമ്പോ ഞാൻ മൂക്ക് പാവം പോയി, ഉമ്മ പോയി കുട്ടീനെ കൊണ്ട്. 15 ദിവസം കഴിഞ്ഞിട്ട് വന്നപ്പോ അലി റളിയല്ലാഹു അൻഹു പിന്നെയും അന്ന് പറഞ്ഞു, മോനു മധുരം വല്ലാണ്ട് തിന്നരുത് കേട്ടോ, മധുരം തിന്നാ പല്ലൊക്കെ കിടവേ, നോക്കാ പാപ്പാന്റെ പല്ല് നോക്കാന്നോ ആ വഹിക്കുന്നത്. ആ കുട്ടി പറഞ്ഞു, ഇല്ല ഞാൻ തിന്നൂല, ഞാൻ ഈ പാകത്തിൽ തന്നെ തിന്നുകൊടുക്കുന്നു, എന്നാ കൊണ്ടേക്ക് ഓഞ്ഞ് തിന്നൂല എന്ന് ഉമ്മാനെ സമാധാനിപ്പിച്ച വെച്ച്, മഹാനായ ഖലീഫ ബഹുമാന്യരെ അങ്ങേക്കൊരു 15 ദിവസം മുമ്പാണ് പറഞ്ഞൂടെ എന്ന് തോന്നുന്നു. എന്നാ കുട്ടി 15 ദിവസം മുമ്പ് നിർത്തിയതിലേ. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, മോളൂ അന്ന് എനിക്കത് പറയാനുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചോടി, അന്ന് ഞാനിത് കണ്ടമാനം തിന്നിരുന്നു, 10-15 ദിവസമായിട്ട് ഞാനത് നിർത്തി. എപ്പോഴാണ് എനിക്കത് പറയാൻ യോഗ്യത ഉള്ളത്? കാര്യം ഒരു പൊട്ട് ശർക്കരയാണെങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് ചാടുന്ന മെസ്സേജിന്റെ ഗൗരവത്രയാണ്. എനിക്ക് കഴിയാത്ത കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാം, എനിക്ക് ബാധ്യതയില്ലാത്ത കാര്യങ്ങൾ, പക്ഷെ എനിക്ക് നടപ്പിൽ വരുത്താൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ നടപ്പിൽ വരുത്തിയിട്ട് നിങ്ങളോടത് പറയാവുന്നതിന്റെ അർത്ഥം. ആ പള്ളിക്ക് പോയില്ല, മക്കളോട് പള്ളിക്ക് പോകാൻ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? ബാപ്പ ഖുർആൻ ഓതൂല, മക്കളോട് ഖുർആൻ ഓതല് ശീലിക്കാൻ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? ചെല്ലട കലിമ എന്ന് പറഞ്ഞല്ലോ, മാപ്പിളോട്ട് ചെല്ലിത്തെരിന്ന് പറഞ്ഞല്ലോ, മാപ്പിളോട്ടിക്ക് ചൊല്ലി കൊടുക്കാൻ അറിയില്ല എന്നത് മലയാളത്തിലെ ഒരു കഥയാണ്. ഖിലാഫത്തുമായി ബന്ധപ്പെട്ടുണ്ടായ പല കെട്ടുകഥകളിൽ ഒന്നാണ്. പക്ഷെ നമുക്കതിന് തിരിച്ചു പിടിക്കാനുള്ള ഒരു മെസ്സേജ് ഉണ്ട് അല്ലേ? കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. നിങ്ങൾക്ക് കഴിയാത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒന്നിങ്ങനെ അങ്ങ് മുതൽ ഇങ്ങ് വരെ ഒന്ന് പരിശോധിച്ച് നോക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ നടപ്പാക്കാൻ കഴിയാത്ത ഒരു കാര്യം, അവിടത്തേക്ക് ബാധ്യതയുള്ള ഒരു കാര്യം നടപ്പാക്കാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ല മറ്റുള്ളവരോട്. അതുകൊണ്ടാണ് സൊല്ലു കമാ റഅയ്തുമൂനി, ഞാൻ കാണിച്ചതില്ലേ അതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലേ? ഖുദൂ അന്നീ മനാസികക്കും, ഞാൻ പഠിപ്പിച്ചു തരാം ഹജ്ജിന്റെ കർമ്മങ്ങൾ, അതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഭാര്യമാരോട് മാന്യമായി പെരുമാറണം,
വാന ഖൈറുക്കും ലിഅഹ്ലി, നിന്റെ ഭാര്യമാരോടൊന്ന് ചോദിച്ചേക്കാളി ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് അവർ പറഞ്ഞു തരും. ആ ഒരു ആത്മവിശ്വാസം ആലോചിച്ചാണ് അല്ലേ? നിങ്ങളിൽ ഉത്തമൻ നിങ്ങളുടെ ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്നവനാണ്. സംശയം ഉണ്ടെങ്കിൽ ഇന്റെ സ്വഭാവം എങ്ങനെയാണ് നിന്റെ ഭാര്യമാരോട് പോയി ചോദിച്ചു നോക്കി എന്ന് പറയാനുള്ള ഗഡ്സ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് കുറേയേറെ മാതൃകകളുണ്ട്. അതിൽ നമുക്ക് ഒരുപാട് തിരിച്ചറിവുകളുണ്ട്. അതുകൂടി ചേർത്താണ് ഇത് പറയേണ്ടത്. കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. ഞാനൊരു സന്ദർഭം പറയാം. കെട്ടുകഥയാണെന്നാണ് ഇപ്പോഴുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത്. എന്തായാലും സംഭവം പറഞ്ഞാൽ മനസ്സിലാവും. ഒരു മരുഭൂമി യാത്രയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ത്രീ ഒരു ഉയർന്ന മണൽക്കോരയ്ക്ക് അരികിലിരുന്ന് ഇങ്ങനെ കരയുന്നു. അപ്പൊ കൂട്ടുകാരോട് നബി ചോദിച്ചിരുന്ന സംഭവം, അവരുടെ മകൻ മരിച്ചു, മകന്റെ കബറാണെന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല അനുകമ്പയോട് അവിടെ പോയി ഇരുന്നിട്ട് പിന്നെ ആ ഉമ്മയെ സമാധാനിപ്പിച്ച്, സാരല്ല, ക്ഷമിക്കുക. ഉമ്മക്കാട് ദേഷ്യം വന്ന്, അന്റെ മോൻ മരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാം എന്ന ഭാഷയിൽ അവർ പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലാവുള്ളൂ തിരിച്ചു പോടാവുന്നു എന്നുള്ള ഭാഷയിൽ. അവിടെയാണത് അത് വഴീഫാണെന്ന് പറയാനുള്ള കാരണത, മദീനയിൽ ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങനെ ഒരു പദപ്രയോഗം നടത്തില്ല. ഏത് ജാതിക്കാരനാണെങ്കിലും നടത്തില്ല. അവിടെ ഞാൻ പുറത്ത് പറയാൻ കേട്ടോ, ഞാൻ ഇതിന്റെ മെസ്സേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ബാക്കി ഞാൻ പറയാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മദീന നിവാസികളായ ഏതെങ്കിലും ഒരു മതക്കാരൻ, അയാൾ യഹൂദിയാവട്ടെ, ക്രൈസ്തവനാവട്ടെ, മജൂസിയാകട്ടെ, ആരായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത്തരം കർശനമായ ദേഷ്യത്തോടു കൂടിയുള്ള മുഖാമുഖ സംസാരം നടത്തുകയില്ല. അതുകൊണ്ട് ആ സംഭവം വിശ്വസിക്കാൻ പാടില്ല എന്നാണ് പഠനങ്ങൾ നമ്മളെ മനസ്സിലാക്കി നമുക്ക് ബോധ്യപ്പെടുത്തുക. മറ്റൊന്നില്ല, ആ സ്ത്രീ ഒരു മുശ്രിക്കത്തായിരുന്നു എന്നാണ്. മദീനയിൽ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന കാലത്ത് മുശ്രിക്കുകൾ ആരുമില്ല. ഒന്നുകിൽ യഹൂദികളാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ്, അല്ലെങ്കിൽ മുനാഫിക്കുകളാണ്. അപ്പൊ ഈ സംഭവം നമ്മൾ പുറത്തു ധരിക്കാൻ പാടില്ല, ഇത് ലൊഴീഫാണ്. പക്ഷെ അതിൽ നിന്ന് ഞാനിപ്പോ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന സംഗതി, ഇങ്ങനെ മുഖത്ത് നോക്കി ആക്ഷേപിച്ചപ്പോൾ മദീനയിലെ ഭരണാധികാരിയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരിച്ചടിക്കാൻ പലവിധ മാർഗങ്ങൾ ഉണ്ടായിരുന്നു. പലവിധ മാർഗങ്ങൾ. എന്നെ കുറ്റം പറഞ്ഞവനെ മുഴുവനും ജയിലിൽ അടക്കുന്നു പറയുന്ന ഭരണാധികാരിയുള്ള നാട്ടിലാണ് നമ്മളുള്ളത് അല്ലേ? എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്താൽ അവൻ പിന്നെ രാജ്യത്ത് വേണ്ട എന്ന് പറയുന്ന ഭരണാധികാരികളുടെ നാട്ടിലാണ് നമ്മളുള്ളത്. വല്ലതും ചോദിക്കാൻ പോയാൽ കടക്കട പുറത്ത് എന്ന് പറഞ്ഞ ആൾക്കാരുള്ള നാട്ടിലാണ് നമ്മളുള്ളത്. അവിടെ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ചെയ്യാമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചെറിയ നേരിയ ചിരിയോടെ അവിടുന്ന് എഴുന്നേറ്റ് പോന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നടന്നപ്പോ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ആ സ്ത്രീയോട് പറഞ്ഞു, അത് ആരാണ് നിങ്ങൾക്ക് അറിയുള്ളൂ. ആരായാലും ഇരിക്കെന്താന്ന് വെച്ചു. അവർക്ക് അവരുടെ മകൻ മരിച്ച, അതൊക്കെ കള്ളക്കഥയാ, ഇല്ലാത്തൊരു സംഭവത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത കഥയാണിത്. ഇങ്ങനെ തന്നെയാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. ഞാൻ അങ്ങനെ തന്നെ പറയാം. ആരായാലും ഇരിക്കെന്താന്ന് വെച്ചു. ഉമ്മാപ്പൊരു ഉപദേശമൊക്കെ വന്നിരിക്കും. അപ്പൊ ഇയാൾ പറഞ്ഞ് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് കേട്ടപ്പോ അവരാകെ ബേജാറായി. അവർ പറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്യാവശ്യം സ്പീഡിലായിരുന്നു നടക്കുകയല്ല. അവർക്ക് നബിയെ ഓടിയെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ അവർ മദീനപ്പള്ളിയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് സങ്കടം പറഞ്ഞു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത ഉപദേശം എന്നറിയോ? ഇന്നമ സബറു ഇൻദ സ്വദമത്തിൽ ഊലാന. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആദ്യ സമയത്താണ് നമുക്ക് ക്ഷമ വേണ്ടത് എന്ന്. അതെന്താ ഇവിടെ പറയാനുള്ള കാരണം? എന്താ? നമ്മൾ ക്ഷമയോടുകൂടി നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞാൽ അതിൽ ആത്മവിശ്വാസവും ആത്മാർത്ഥതയും ഉണ്ടാവുകയുള്ളൂ. അല്ലാത്തവ കേവലം വാചാടോപങ്ങളായിരിക്കും, പ്രകടനങ്ങളായിരിക്കും.
അപ്പൊ കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും വിരുദ്ധ ദിശയിലാവുക എന്നത് അള്ളാഹുവിന് ദേഷ്യമുണ്ടാക്കുന്ന, കോപമുണ്ടാക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും പ്രവൃത്തിയും വിപരീതങ്ങളായിട്ടുണ്ട്. അതെപ്പോഴാണ്? നിയമം മാറി വരുന്നതിനനുസരിച്ച്. നിയമങ്ങൾ, ഇസ്ലാമിന്റെ നിയമങ്ങൾ മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ട് ആദ്യത്തെ നിയമങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മദ്യപിക്കരുത് എന്ന് പറയുന്നതിന് മുമ്പ് അതിൽ ഗുണവും ദോഷവും ഉണ്ട് എന്ന് പറഞ്ഞ്, പിന്നെ ലഹരിയുള്ളവരായി നമസ്കരിക്കരുത് എന്ന് പറഞ്ഞ്, അവസാനം തൊടരുത് എന്ന് പറഞ്ഞു. അല്ലേ? തൊടരുത് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ റമദാൻ മാസത്തിൽ കഴിവുള്ളവർക്ക് ഫിദിയ കൊടുത്ത് നോമ്പെടുക്കാതിരിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ അടുത്ത വർഷം നോമ്പ് എടുത്തേ മതിയാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ പണ്ട് പറഞ്ഞത് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അത് പറയുന്നത് വാക്കും പ്രവൃത്തിയും എതിരായതല്ല. നിയമങ്ങൾ മാറി വരുന്നതിനനുസരിച്ച് ആ മാറ്റങ്ങൾ ജനങ്ങളെ, പണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇനി അത് അങ്ങനെയല്ല, ഇനി മുതൽ നമ്മൾ പാലിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ കൂട്ടിച്ചേർത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, പിന്നെ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കതീറ. ഖുർആൻ പരിശോധിച്ചോളൂ, അതിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവില്ല. വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു, അത് അള്ളാഹുവിൽ നിന്നുള്ളതല്ല എങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സംഗതികളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് വൈരുദ്ധ്യങ്ങളില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാലം മാറുന്നതിനനുസരിച്ച് നിയമങ്ങൾ, അള്ളാഹു മനുഷ്യരുടെ ഈമാൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് നിയമങ്ങൾ കൂടുതൽ ആ അവസാന കാലത്തേക്കുള്ള നിയമങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടേയിരുന്നു എന്നർത്ഥം. അപ്പൊ അതുകൂടി പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സ്വഫൻ കഅന്നഹും ബുന്യാനും മർസൂസ്. നമ്മൾ തൗബ പറഞ്ഞപ്പോഴും സൂറത്ത് മുഹമ്മദ് പറഞ്ഞപ്പോഴും ഒക്കെ പറഞ്ഞിരുന്നൊരു സംഗതി ഉണ്ട്. യുദ്ധം എന്നത് അത് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കാൻ. അതല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പിന്നെ കാലിടറും. ഈ ആയത്തും ഇത് തന്നെയാണ്. ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സ്വഫൻ. അണിചേർന്ന് നിന്ന് ഇടതടവില്ലാതെ പരസ്പരം വിട്ടുപോകാതെ ഒരു ഒറ്റ ശരീരം പോലെ, ഒറ്റ ബികാന്നഹും ബുന്യാനുൻ മർസൂസ്, പരസ്പരം ബലം കൊടുത്തു നിൽക്കുന്ന ഒരു കെട്ടിടത്തെ പോലെ ഇടതടവില്ലാതെ ഒരുമിച്ച് നിന്ന് പോരാടുന്ന, യുദ്ധം ചെയ്യുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. അത് ഖിയാമത്ത് നാൾ വരേക്കുള്ളതല്ല. അതാണ് പറഞ്ഞ് ചെവി കൂർപ്പിച്ച് കേൾക്കണം എന്ന് പറഞ്ഞു. ഇസ്ലാം യുദ്ധം അനുവദിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഉദിനലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു. ആക്രമിക്കപ്പെട്ടവർക്ക് പോരാടാൻ, തിരിച്ചടിക്കാനുള്ള അനുവാദമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ ആക്രമിക്കപ്പെടുന്നില്ലേ എന്ന് ചോദിക്കാം. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അതീഉല്ലാഹ വ അതീഉർ റസൂല വ ഉലിൽ അംരി മിൻകും. നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ ദൂതരെയും നിങ്ങളുടെ നേതാക്കന്മാരെയും അനുസരിച്ച് വേണം ജീവിക്കാൻ. അല്ലേ? അപ്പൊ അത് യുദ്ധമാണെങ്കിൽ പോലും, യുദ്ധം ചെയ്യേണ്ടെന്ന് സാഹചര്യമുണ്ടെങ്കിൽ പോലും, അത് ഉത്തരവാദപ്പെട്ട ഒരു നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിലും അയാൾ പറയുന്ന സാഹചര്യങ്ങളിലും അയാൾ പറയുന്ന രൂപത്തിലും അയാൾ പറയുന്ന ഇടങ്ങളിലും അയാൾ പറയുന്ന സമയങ്ങളിലും മാത്രമേ ആകാവൂ. അതല്ലാതെ ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾക്ക് ആക്രമിക്കപ്പെട്ടതിന്റെ പേരിൽ യുദ്ധം ചെയ്യാനുള്ള അനുവാദം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നാട്ടിലുള്ള ആളുകളോട് ഞങ്ങൾ പോരാടും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് പരിപൂർണമായും തെറ്റാണ്. ആയത്തിനേക്കാളൊക്കെ വലുത് കാണാം. ആക്രമിക്കപ്പെട്ട ദുർബലരായ സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുമക്കളും നിലവിളിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? എന്തേ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി പോരാടാൻ ഒരു മടി എന്നൊക്കെ ചോദിക്കുന്ന ആയത്ത് ഖുർആനിലുണ്ട്.
ഇതൊക്കെയും ഇവിടെ ദുരുപയോഗിക്കുന്ന ആളുകളുമുണ്ട്. മലപ്പുറം കുന്നമ്മൽ വെച്ച് നടന്ന നമ്മുടേതല്ലാത്ത മറ്റൊരു സംഘടനയുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് മലപ്പുറം മുനിസിപ്പൽ ടൗൺ ഹാളിന്റെ പുറത്ത് ഈ ആയത്ത് എഴുതി വെച്ചിട്ട് അവിടെ കച്ചവടം ചെയ്യുന്ന ഇസ്ലാമിക സാഹിത്യം എന്ന പേരിൽ കച്ചവടം നടത്തുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇതിന്റെ പേരിൽ നമ്മുടെ ഈദ്ഗാഹിൽ ഒരു കുത്തുബ നടത്തിയത് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടിയത് എന്നോട് ചോദിച്ചിട്ടുണ്ട്, കമ്മിറ്റിക്കാരോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ, അയാൾ ആരുടെ ആളാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാനുള്ള മറുപടി അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. എനിക്ക്, അതായത് മുജാഹിദ് മസ്താൻ കേരള നേതൃത്വത്തിൽ മുജാഹിദീന് ഞാൻ അതിന് പ്രതിനിധാനം ചെയ്യുന്ന ആളാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയാം കേരള നേതൃത്വത്തിൽ മുജാഹിദീനോ അതിന്റെ പ്രവർത്തകർക്കോ ആ ആയത്തിന് അങ്ങനെ ഒരു അർത്ഥമുള്ളതായിട്ട് മനസ്സിലായിട്ടില്ല. വളരെ ലളിതമായി പറഞ്ഞാൽ ഇത് പലസ്തീനിലോ അമേരിക്കയിലോ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കുടുംബത്തിനോ ഒരു വിഭാഗത്തിനോ അക്രമം നേരിട്ടു എന്നതിന്റെ പേരിൽ നാട്ടിലുള്ള ആ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്മാരോട് യുദ്ധം ചെയ്യണം എന്നാണ് ആയത്തിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായവരെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വെറുതെ ആലോചിച്ചാൽ മതി. അതിന്റെ പൊട്ടത്തരം അത് എത്രമാത്രം വലിയ ഭീകരവാദമാണെന്നറിയാൻ അത് മനസ്സിലായവരെന്താ ചെയ്യേണ്ടത്? 5 നേരം നമസ്കരിക്കൽ വിശ്വാസിക്ക് നിർബന്ധമാണെന്ന് മുസ്ലിം സമുദായത്തിന് മനസ്സിലായിട്ടുണ്ട് ഖുർആനിൽ നിന്ന്. അവരെന്ത് ചെയ്യുന്നുണ്ട്? നിസ്കരിക്കുന്നുണ്ട് അല്ലേ? സക്കാത്ത് കൊടുക്കൽ സമ്പന്നർക്ക് നിർബന്ധമാണെന്ന് ഖുർആനിൽ നിന്ന് മുസ്ലിം സമുദായത്തിന് മനസ്സിലായിട്ടുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്? സക്കാത്ത് കൊടുക്കുന്നുണ്ട്. റമളാൻ മാസത്തിൽ നോമ്പെടുക്കൽ നിർബന്ധമാണെന്ന് ഖുർആനിൽ നിന്ന് മുസ്ലിം സമുദായത്തിന് മനസ്സിലായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? നോമ്പെടുക്കുന്നുണ്ട്. ഹജ്ജ് ചെയ്യുന്നുണ്ട്. യുദ്ധം ചെയ്യൽ നിർബന്ധമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും ആർക്കെങ്കിലും മനസ്സിലായിക്കണേ അവർ ചെയ്യേണ്ടെന്താ? ഇവിടെ ആളെ കൂട്ടല, അതോ പോയി യുദ്ധം ചെയ്യലോ? ഇവിടുന്ന് ആരോട് പോയി കാണാനില്ല. ഈ തീവ്രവാദം ഇവിടെ പറഞ്ഞുണ്ടാക്കുന്നല്ലാതെ അല്ലേ? ഇത് അംഗീകരിക്കാത്തവരൊക്കെ ആരുടെയും അച്ചാരം വാങ്ങി ജീവിക്കുന്നവരാണെന്ന് വെറുതെ ആളുകളെ കുറിച്ച് അപവാദം പറഞ്ഞിങ്ങനെ കോളർ കുലുക്കി നടക്കുക എന്നല്ലാതെ ഈ യുദ്ധത്തിന്റെ ആയത്ത് ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളു എന്ന് പറഞ്ഞിട്ട് ആരും ഇപ്പോഴത്തെ എവിടെ പോയി യുദ്ധം ചെയ്യണം കാണാനില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾ മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് ഹിദായത്തിന് മാർഗം ലഭിക്കണമെങ്കിൽ അതിന് അർഹത സ്വഹാബികളും പ്രവാചകന്മാരും അള്ളാഹുവിൽ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുക എന്നാണ്. ഓക്കെ അല്ലേ? പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും എങ്ങനെയാണോ വിശ്വാസം അർപ്പിച്ചത്, അതിന്റെ ആയത്തുകളെ എങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത്, അതിലെ നിയമങ്ങളെ അവർ എങ്ങനെയാണ് ജീവിതത്തിൽ പാലിച്ചത്, അതുപോലെ ജീവിതത്തിൽ പാലിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഹിദായത്തിൽ അർഹതയുള്ളത്. വൈന്തവല്ലോ പറയുന്നത് അങ്ങനെ തന്നെയാണെങ്കിലും നിങ്ങൾ അത് നടപ്പാക്കണില്ല എങ്കിൽ ഫൈന്നമാഹും ഫീ ശിഖാഖ്, നിങ്ങൾ ഈ സമുദായത്തിൽ ഭിന്നതയുണ്ടാക്കാൻ വന്നവരാണ്. കഴിഞ്ഞു അല്ലേ? ഫഇന്നമാഹും ഫീ ശിഖാഖ്, നിങ്ങൾ ഈ സമുദായത്തിൽ കുത്തിത്തിരിപ്പ് ഫസാദ് ഉണ്ടാക്കാൻ വന്നവരാണ്. ഫസയക്ഫീകഹുമുല്ലാഹ്, നിങ്ങളുടെ കാര്യം നോക്കാൻ അവരുടെ കാര്യം നോക്കാൻ അല്ലാഹു മതി. വഹുവ സമീഉൽ അലീം, അവൻ ഇതെല്ലാം സൂക്ഷ്മമായി കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നെയും പറയും, ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ എന്ന് പറയുന്ന സാഹചര്യവും അത് നടപ്പാക്കേണ്ടുന്ന രീതിയും പഠിപ്പിച്ചു തന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ അത് മനസ്സിലാക്കാവൂ, അങ്ങനെ അത് ജീവിതത്തിൽ പാലിക്കാവൂ. ആ കൃത്യമായ ധാരണ അതിനുണ്ടാവണം അല്ലേ? നിസ്കരിക്കുമ്പോ ഈ ആയത്തിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ നമസ്കരിക്കേണ്ടത് കഅന്നമാ തുസിഫുഹുൽ മലായിക, മലക്കുകൾ അണിചേരുന്നത് പോലെയാണെന്ന് ഈ ആയത്ത് പറഞ്ഞിട്ടാ പറഞ്ഞത്. നിസ്കരിക്കുമ്പോ പോലും ഇങ്ങനെ നടിപ്പിച്ച് നിൽക്കാൻ ഈ സമുദായത്തിലെ പലർക്കും ഇപ്പോഴും മനസ്സൊന്നുമില്ല. എന്നിട്ടാണ് ഇവര് യുദ്ധത്തിന് പോകാൻ പോകുന്നത് അല്ലേ? ഇതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, ജമാഅത്ത് നിസ്കാരത്തിന്റെ ഷർത്തുകളും അതിന്റെ അദബുകളും അതിന്റെ സുന്നത്തുകളും ഒക്കെ ഇന്ന രൂപത്തിലാണ് നമ്മുടെ ഈ ക്ലാസ്സിന്റെ ആദ്യം പറയാൻ കാരണം ഈ ആയത്താണ്. ഈ ആയത്തിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് തെളിവായി ഉദ്ധരിച്ചുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ സ്വഫ് നിൽക്കേണ്ടുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചത്. അപ്പോ അത് ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കുക. ഈമാനോടെ തഖ്വയോടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ച്
അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അത് പഠിപ്പിച്ചു തന്നത്, അങ്ങനെ സ്വഹാബത്ത് എങ്ങനെയാണ് അത് ജീവിതത്തിൽ പാലിച്ചത്, അങ്ങനെ അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പാലിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള തെറ്റിദ്ധാരണകളിൽ നിന്നും തെറ്റിദ്ധരിപ്പിക്കലുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുകയും ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.